എല്ലാവർക്കും കാണാക്കഥയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൊഴിയൂറാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അറിയാൻ വേണ്ടിയാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമമാണ് പൊഴിയൂർ. ഇത് ക്രമേണ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നു. പൂവാർ ടൂറിസം മേഖലയിൽ പ്രധാന ആകർഷണങ്ങൾ പൊഴിയൂരാണ്. അറബിക്കടലിൽ പതിക്കുന്നതിന് മുമ്പ് നെയ്യാർ നദിയിൽ രൂപീകരിച്ച പൊഴിക്കര പൂവാറിലെ ടൂറിസം സർക്യൂട്ടിന്റെ ആകർഷണ കേന്ദ്രമാണ്. ഗോൾഡൻ ബീച്ച്, എലിഫന്റ് റോക്ക്, അനന്ത വിക്ടോറിയ, മാർത്താണ്ഡവർമ്മ കനാൽ, എന്നിവയാണ് തിരുവനന്തപുരത്തെ പൊഴിയൂർ ബീച്ചിലെ പ്രധാന ആകർഷണങ്ങൾ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും തീരദേശ അതിർത്തിയിലാണ് പൊഴിയൂരിന്റെ ചരിത്രം. പ്രാചീന കാലങ്ങളിലേക്കാണ് പൊഴിക്കരയിൽ ഇന്നത്തെ പൊന്മണൽ കടൽ തീരത്ത് പൊഴിയൂരിന് ഒരു പുരാതന തുറമുഖം ഉണ്ടായിരുന്നു. അക്കാലത്ത് ഏകദേശം 1000 BC ഡേവിഡിന്റെയും സോളമന്റെയും കാലഘട്ടത്തിൽ ഇതൊരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. താടി, ചന്ദനം, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആ കാലഘട്ടത്തിലെ മറ്റ് പ്രധാന വസ്തുക്കൾ എന്നിവയുടെ പുരാതന വ്യാപാര കേന്ദ്രമായിരുന്നു പൊഴിയൂർ. സോളമന്റെ കപ്പലുകൾ തുറമുഖത്ത് ഇറങ്ങുകയും ലോകത്തിന്റെയും ഈ ഭാഗവുമായി വ്യാപാരം നടത്തുകയും ചെയ്തു വന്നു വിശ്വസിക്കപ്പെടുന്നു. ബൈബിളിൽ ഒരു രാജാക്കന്മാർ പരാമർശിക്കുന്ന ബൈബിളിൽ പൊഴിയൂരിലും പൂവാറിലും അറബിയിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ ആദ്യകാല കുടിയേറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഗ്രീസിന്റെയും റോമൻ സാമ്രാജ്യത്തിന്റെയും സമ്പൂർണ്ണ കാലഘട്ടത്തിൽ പൊഴിയൂർ ആദ്യകാലങ്ങളിൽ അഭിവൃദ്ധി പ്രാപിച്ച തുറമുഖമായിരുന്നു. മുസിറിസ്, കോഴിക്കോട് തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങൾ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായി ഉയർന്നതോടെ പൊഴിയൂരിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു. കായൽ, കടൽ ചേരുന്ന സ്ഥലത്താണ് പൊഴിയൂർ. എല്ലാ വർഷവും നിരവധി സഞ്ചാരികളെ ഈ ബീച്ച് ആകർഷിക്കുന്നു. ഒരു കാലത്ത് പ്രതാപത്തോടെ നിന്ന തിരുവനന്തപുരം പൊഴിയൂരിലെ ടൂറിസം തകർന്നു. വിദേശികളടക്കം ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അധികൃതരുടെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ ആവശ്യം. எங்க நாடு இப்ப எல்லாம் அழிஞ்சாச்சு. ഞങ്ങൾക്ക് ഇവിടെ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആർബർ ഇവിടെ ഉണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ജീവിതം ഇല്ല, പൊഴിയൂരില്ല ഇനി. അത് ഇനിയും വരുന്ന ഈ രാഷ്ട്രീയക്കാരന്മാര് ആരെങ്കിലും ജയിക്കുന്ന പാർട്ടി ഒരു ആർബറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ജീവിതമൊന്നും ഇല്ല ഇവിടെ. കോൺഗ്രസ്സുകാരെ അഞ്ച് വർഷം ഭരിക്കണ്, കമ്മ്യൂണിസ്റ്റുകാർ 5 പ്രാവശ്യം ഭരിക്കണ്. അവന്മാരുടെ കുടുംബത്തെ മാത്രം നേടുന്ന വഴിയെ വിദേശികളെ ആരെയും അവർ നോക്കുന്നില്ല. മത്സ്യത്തൊഴിലാളി അവർക്ക് ഇല്ലെന്നുള്ള ബോധ്യം. വോട്ട് വരുമ്പോ നിങ്ങൾ എനിക്ക് ഒന്ന് ചെയ്യണം, വോട്ട് ചെയ്യണം ഇത്രയെന്ന് അവർ പറയണത്. നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യും? ഞങ്ങള് പറയണത് വെച്ചാൽ ഞങ്ങൾക്ക് 6 പേർ വരണം. എങ്ങനെയെങ്കിലും 6 പേർ വന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പൊഴിയൂരില്ല. ഞങ്ങൾക്ക് മത്സ്യം പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഈ കടലിന്റെ അന്തരീക്ഷം, ഈ കടലിൽ തീർച്ചകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തൊഴിൽ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഇത് അറിഞ്ഞവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇലക്ഷൻ എടുത്തു വരുന്നതുകൊണ്ട് 3 പാർട്ടി വരണം. ഈ കഴിഞ്ഞ തമിഴ്നാട്ട് കല്ലടിക്കൊണ്ടാണ് ഇത്രയും ദോഷം വന്നത്. ഒന്നുമില്ല. ഇതിപ്പോ വെടിഞ്ഞത്ത് 6 പേരുണ്ട്, പട്ടണത്ത് 6 പേരുണ്ട്. അതേപോലെ ഇവിടെ ഒരു 6 പേർ വന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവിടെ മീനും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ അടിച്ചു വരക്കണം. ഇത് ഞങ്ങൾക്ക് 6 പേർ വരണം, ഉറപ്പായിട്ട് വന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സംസ്ഥാനത്തിന്റെയും തെക്കേയറ്റത്തുള്ള പൊഴിയൂർ ഒരു കാലത്ത് വിനോദസഞ്ചാരികൾ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. ബീച്ചിലെത്തുന്നവരും കായലിൽ ബോട്ട് യാത്രയ്ക്ക് എത്തുന്നവരും കടലിൽ പോകാൻ കഴിയാത്തവർ വിവിധ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കടലെടുത്തു കയറുന്നു. ഇവിടെ സഞ്ചാരികൾ നോക്കുന്നേയില്ല. പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അതില്ലാത്തപ്പോഴാണ് സ്ഥിതി രൂക്ഷമായത്. നാട്ടുകാർ നിവേദനങ്ങൾ ടൂറിസം വകുപ്പിന് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഒരു ഫലവും കണ്ടില്ല. ഈ കാലത്തെ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 15 മീറ്ററോളം കടൽ ഫ്രണ്ടിലോട്ട് വരികയും നാട്ടുകാരുടെ ആവശ്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ വെച്ചിട്ട് കൂടി രാഷ്ട്രീയ പാർട്ടികൾ വിദഗ്ധമായ ആലോചനകൾക്ക് ശേഷം മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ ഇത്രയും കാലം വരെ ജീവിച്ച ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള രീതി ഈ കടല് കോപം ഇങ്ങനെ വന്നിട്ടില്ല. ആദ്യം ഇതിന്റെ മുമ്പ് അങ്ങോട്ട് ഇത്രയും ദൂരത്തിൽ കിടന്ന കടപ്പുറം ഇപ്പൊ ഈ സെറ്റും റോഡും എല്ലാം പോയി ഞങ്ങൾ ഇപ്പൊ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഇതില് ഞങ്ങൾക്ക് ഒരു യാറ്റനം, നമ്മൾ പണിക്ക് പോകുന്ന യാറ്റനം പിടിക്കാനും ഉയരെ കയറ്റി വയ്ക്കാനും ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇതിന്റെ മുമ്പ് ഇതൊക്കെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് നല്ല കഷ്ടത്തിലാണ് ഇപ്പം നടക്കുന്ന രീതി. ഒരു യാതനം പിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വണ്ടി ഓടി അങ്ങോട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. റോഡ് പോയി
ഈ സെറ്റ് പോയി, ബാർക്ക് പോയി, എല്ലാം പോയാണ് നമ്മൾ ഇപ്പം കഷ്ടത്തിൽ ജീവിക്കുന്നത്. ഇത് മന്ത്രിമാരോ ഇല്ലെങ്കിൽ ഇതിന്റെ മേലധികാരിമാരോ ഇത് ഒന്നും നമ്മളെ ഒന്നും അന്വേഷിക്കുന്നില്ല. ഇലക്ഷൻ സാഹചര്യത്തിൽ പല പാർട്ടി സ്ഥാനാർത്ഥികൾ വന്നു പോയതല്ലാതെ അവർക്കൊരു ഉറപ്പും നൽകിയതില്ല. ഓരോ സർക്കാരും വരും ഉറപ്പ് കൊടുക്കുന്നതല്ലാതെ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പൊ ഞങ്ങൾക്ക് കടൽ കയറി ഇപ്പം എല്ലായിടത്തും കടൽ കയറി ഞങ്ങളുടെ റോഡെല്ലാം തകർന്നു, പൊഴിക്കരയുള്ള റോഡെല്ലാം തകർന്നു. അതിനുശേഷം ഇപ്പം ആരും നന്നായിട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്തെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇലക്ഷൻ തീർന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നാണ് അവർ എല്ലാവരും വാഗ്ദാനം പറഞ്ഞിട്ട് പോയത്. ഇലക്ഷൻ തീർന്നതുവരെ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഇപ്പം ആരും പണിക്ക് പോകണില്ല, തുറയിൽ ആരും പണിക്ക് പോകുന്നില്ല. പൊഴിയിൽ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് പണിക്ക്. അവിടെ പുതിയതുര, പുല്ലോള അവിടെ പോയാണ് ഞങ്ങളുടെ വള്ളങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് പൊഴിയിരുന്ന് എല്ലാവരും അവിടെയാണ് പണിക്ക് പോകുന്നത്. പൊഴിക്കര എല്ലാം തകർന്നു, ആരും കടലും ഒന്നിച്ചായി കിടക്കണം. അവർ നല്ലത് എന്തെങ്കിലും പൊഴിക്കര ചെയ്താൽ ഞങ്ങൾ എല്ലാവരും ആരും നല്ലത് ചെയ്യുമ്പോൾ അവർക്ക് വോട്ട്. 15 വർഷമായി തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്ന ഡോക്ടർ ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയ്ക്കും ഒരു തിരിഞ്ഞു നോക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നാട്ടുകാരുടെ ആവശ്യം ഹാർബർ ഉണ്ടാക്കണം എന്ന നിലപാടിലാണ് നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. നിങ്ങളൊന്ന് കാണുന്നുണ്ടല്ലോ, ഈ മത്സ്യത്തൊഴിലാളികൾ ഇത്തരം യാത്രങ്ങൾ പിടിക്കുന്ന എവിടെയാണ്? പൂവാറ് പിടിക്കുന്നു, പുല്ലോള പിടിക്കുന്നു, കൊച്ചോറ പിടിക്കുന്നു, കരംകുളത്ത് പിടിക്കുന്നു, പുതിയോറ പിടിക്കുന്നു. ഈ അടിമലത്തുറ വരെ പിടിക്കുന്നു വള്ളക്കാർ, ഈ പൊഴിയൂർ വള്ളക്കാർ. അപ്പൊ ഈ മണിക്കാരൊക്കെ അവരെങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്? ഈ അതാണ് നമ്മൾ പടുത്തൂർ തീരദേശക്കാർക്ക് ഇങ്ങനെ ഒരു സൗകര്യം അവർ ഒതുക്കി കൊടുക്കുന്നു. അവരെ പോലെ കടപ്പുറമുള്ള വീട് റോഡ് മൊത്തം മുങ്ങി കഴിഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ വരുന്ന കാലദേശങ്ങളിൽ പിന്നെ അങ്ങനെ കൂടി മുകളിൽ കയറി അതെല്ലാം നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ ഗവൺമെന്റ് ജീവിക്കുന്നു, ഈ ഭരണം എടുക്കുന്നു? അങ്ങനത്തെ രീതിയാണെങ്കിൽ ഒരു ഭരണവും പൊടിയൂർ തീരദേശത്ത് വേണ്ട. അങ്ങനെയാണ് പൊടിയൂരുകാരുടെ തീരുമാനം. അത് നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് വീട് കൊടുക്കണം, നഷ്ടപ്പെട്ട ഏത്തനക്കാർക്ക് ഏത്തനം കൊടുക്കണം, മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സൗകര്യം കൊടുക്കണം. അങ്ങനെയുള്ള പഞ്ചായത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ മുമ്പർമാരോ കളക്ടറോ വക്കീലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ, അല്ലാതെ വേറെ ഒരു തീരുമാനം ഇല്ല നമ്മളൊന്നും ചെയ്യാൻ. ഇവിടെ ഞങ്ങള് കേരളത്തില് കംപ്ലൈന്റ്. ഇനി ഇത് പൊളിയൂർ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അളിഞ്ഞോണ്ട്. അപ്പൊ ഈ ചൂണ്ടിട്ടത് കൊണ്ടാണ് ഇങ്ങനെ വന്ന്. നമ്മൾക്ക് ചൂണ്ടിട്ടാ ഇപ്പം അപ്പുറത്തെ ഇടവകയിൽ കംപ്ലൈന്റ്, പൂവാറ്, അത് കരംകുളം, കൊച്ചോറ, പള്ള, ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടിരിക്കും. അതാണ് അവർ ചെയ്തത്. അവരുടെ ഇടവകയെ അവർ രക്ഷപ്പെടുത്തി. നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പ്യാറ്റിയൊക്കെ കൊടുക്കുന്നു, എടുക്കുന്നു, പോണു. ഇപ്പൊ ഈ ഇലക്ഷൻ വന്ന് തീർന്നാല് ഇത് തന്നെ ഗതിയാവും. അത് അവർ തന്നെ ചെയ്യണം. ചെയ്യാതിരുന്നാ ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ വേണ്ടി? മനസ്സിലായോ? അവര് ഇത് ചെയ്യാതിരുന്നാ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ 10 രൂപ കിട്ടിയാ 50 രൂപ, 100 രൂപ, 200 രൂപ, 1000 രൂപ കിട്ടിയാ നമ്മളെ വീടോ നമ്മളെ മക്കളെയും കുട്ടിയെയും വളർത്തണം. അവര് തന്നെ ചെയ്യണം. നമ്മളെ കൊണ്ട് ഈ ആർബറോ ഗീർബറോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇഷ്ടം പോലെ ആൾക്കാർ പാറ്റി എടുക്കാൻ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ഇതേപോലെ കണ്ണുനീരോട്ട് കറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ വരുന്നു, ഇലക്ഷൻ തീർന്ന അതില്ല ഇതില്ല, അവരുടെ രീതി നോക്കിക്കൊണ്ടു. ആർബറിട്ടാ തന്നെ മെയിൻ സമയം. ഈ ഇടവക എല്ലാം സൂപ്പറായിട്ട് നല്ല രീതി അടുത്ത ആ ഇടവകയും ഈ ഇടവകയും എല്ലാവരും വന്ന് ഇതില് ഉപയോഗിക്കാം. ആർബറെന്നാ നമ്മുടെ നാട്ടുകാർ പൊളിയൂർ മാത്രമേ അല്ല, പൂവാർ, കരംകുളം, വിളിഞ്ഞം, അതിന്റെ അപ്പുറമുള്ള ആൾക്കാർ, ഇതിന്റെ അപ്പുറമുള്ള ആൾക്കാർ മുതല ഈ ആർബറിൽ വന്ന് പിടിക്കാം. ഇപ്പൊ ഞങ്ങളെ ആ സൈഡും പോകാൻ പറ്റുന്നില്ല, ഈ സൈഡും പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ എവിടെ ജീവിക്കാൻ വേണ്ടി? ഇപ്പൊ കടൽ തീരത്ത് കടൽ പോകാൻ പറയുമ്പോ ഞങ്ങൾ ഇവിടെ പണിക്ക് പോകാൻ പറ്റുമോ?
പണിക്ക് പോകാൻ പറ്റൂല. ഈ കടലടിച്ച് നമ്മളെ വെള്ളവും യാക്കറിയും എല്ലാം നഷ്ടപ്പെടും. ഞങ്ങൾ എങ്ങനെ പണിക്ക് പോകാൻ വേണ്ടി? അത് കപ്പൽ ഹാർബറില് അതിന്റെ ഈ സൈഡുള്ള മൊത്തം ജനങ്ങളും ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്നു. അപ്പൊ ഈ തമിഴ്നാട് ആരെയായാലും ഒരു ഹാർബറുണ്ട്, ഇപ്പൊ വിളിഞ്ഞത്തൂർ ഹാർബറുണ്ട്. ഈ 2 ഹാർബറിൽ 3 മാസം ഗ്യാപ്പ് ഇയർന്ന് വർഷകാലം കർക്കിടം വരുമ്പോ അവിടെ പിടിക്കാം. ഈ തെളിവ് നാളില് മീൻ ഉക്കാൻ പോലും സമ്മതിക്കുന്നില്ല. നമ്മളെ വള്ളം പോടാനൊക്കെ സമ്മതിക്കും. ഈ മീൻ ഉക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ അകത്ത് യാത്തൂല. അതാണ് നമ്മക്കൊരു പ്രയാസം. തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൊല്ലങ്കോട് വരെയുള്ള കടൽ തീരങ്ങളിൽ പുലിമുട്ട് നിർമ്മാണം നടത്തിയതാണ്. കടൽ ഈ ഭാഗങ്ങൾ മുമ്പോട്ട് കയറാനുള്ള സാഹചര്യമെന്നും അവിടുത്തെ നാട്ടുകാർ അറിയിച്ചു. ഹാർബർ നിർമ്മാണം വേണമെന്നാണ് പൊഴിയൂർ നിവാസികളുടെ ആവശ്യമായി എപ്പോഴും അവർ മുന്നോട്ട് വരുന്ന രാഷ്ട്രീയക്കാരെടുത്ത് പറയാറ്. ഈ കഴിഞ്ഞ തമിഴ്നാട് സർക്കാർ കൊല്ലങ്കോട് തീരം വരെ പുലിമുട്ട് നിർമ്മാണം നടത്തിയത് കൊണ്ടാണ് ഈ കേരള തീരത്ത് കടൽ ഇത്രയും അധികം കരകയറുന്നത് എന്നാണ് അവിടുത്തെ നിവാസികളുടെ പറയുന്നത്. ഇതിനെതിരെ കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം. വന്ന് ഞങ്ങൾ എല്ലാരും കിടന്ന് അളിയന് പൊഴിയൂര് അഴിയണം. ഞങ്ങളെ കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണേ. അവര് ഒരു സഹായം അല്ല. ഞാൻ എന്റെ ഒരു കൈ കൊണ്ടാണ് അധ്വാനിച്ച് ഞാൻ വേല എഴുതി തിന്നുന്നത്. എന്റെ വീട് കടലിലാണ്. കടലെല്ലാം പകുതി ഇടിഞ്ഞാണ് എന്റെ വീട് കിടക്കുന്നത്. ഞാൻ എന്റെ മക്കള് വേറെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആരെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ആരെങ്കിലും ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടോ? സഹായം ചെയ്യണില്ല. അവര് ജയിച്ചാൽ അവരുടെ മക്കളും അവരുടെ കുടുംബമാണ് നന്നാവുന്നത്. അല്ലാതെ ലോകം അവര് അവര് ജയിക്കണമെങ്കിൽ കഴുതക്കാല് വേണമെങ്കിലും പിടിക്കും. അവര് ജയിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും അവർ ചെയ്തോളും. വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. അവർ ജയിക്കാൻ വേണ്ടി അവരെ മക്കളും അവരെ ഭാര്യമാരും അവരെ കുടുംബവും ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഈ വോട്ടിന് ഇറങ്ങി നടക്കണം. അല്ലാതെ ജീവിക്കാൻ പാവങ്ങളെ നോക്കാനല്ല. ഞങ്ങളുടെ ഒരു വോട്ട് അവർക്ക് ആവശ്യം. അതിന് ഞങ്ങളുടെ കാല് വേണമെങ്കിലും അവർ പിടിക്കും. അവർക്ക് ജീവിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ല. അവര് ജയിച്ചാൽ ഞങ്ങളെ നോക്കേ ഇല്ല. നീയായി നിന്റെ കുടുംബമായി എന്നാണ് അവർ പറയണത്. നിനക്കൊരു വോട്ടിന്റെ ആവശ്യം അത് ഞങ്ങൾക്ക് ഇട്ട് തരണം. അത് അത്രയും മാത്രം അവർക്ക് മതി, വേറെ ഒന്നും വേണ്ട. കടലിതാ പൊഴിയിൽ അഴിഞ്ഞു കിടക്കണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ നോക്കണം. എന്നാലും കോൺഗ്രസിൽ നിന്ന് ശശി തരൂര് അയാള് കുറച്ച് പൈസ കൊടുത്ത് ഏതെങ്കിലും കല്ലുകൊണ്ട് നറ്റന്ന് അതിന് പകുതി കമ്മ്യൂണിസ്റ്റുകാരന് പകുതി ചാക്കെടുക്കാന്, പകുതി പണം അടുക്കിയിട്ട് പകുതി പണം കമ്മ്യൂണിസ്റ്റ് മുമ്പറിഞ്ഞു. അല്ലാതെ ഒന്നും ഞങ്ങളെ നോക്കൂല. അവര് ജയിക്കണമെങ്കിൽ അവരെന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അവർക്ക് ജയിച്ചാൽ മതി. അവരോരോ കുടുംബവും ജീവിക്കാണ്ട് അവർ ജയിച്ചാൽ മതി. അത്രയും തന്നെ ഉണ്ട്. പാർക്ക് പോയി മത്സ്യത്തൊഴിലാളിയെല്ലാം കഷ്ടപ്പെടുകയാണ്. ഇത് യാതൊരു മന്ത്രിമാർ എന്തെന്ന് ഒന്നും നോക്കാൻ വരുന്നില്ല. ഇലക്ഷന് മാത്രം എനിക്ക് വോട്ട് പോടും, ഞങ്ങൾ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം. മത്സ്യത്തൊഴിലാളികൾ ഇവരെല്ലാം ഇടിഞ്ഞു പോയി ഇരിക്കാനും പറ്റുന്നില്ല. ഒരിടത്തും ഒരാവശ്യം ഒന്നും പറ്റുന്നില്ല. ചൂടടിച്ച് ഇവിടുത്തെ മനുഷ്യന്മാർ ചാവയാണ്. സെറ്റ് പോയി ഞങ്ങൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി എവിടെ പോയി ജീവിക്കാനാണ്? ഏതെങ്കിലും അവിടെ അവൻ ആനുകൂല്യം പുളിമൂട് ഇട്ടാലും 6 പേരിട്ട മത്സ്യത്തൊഴിലാളി ജീവിക്കും. ഈ കടല വിട്ടാൽ ഞങ്ങൾ മത്സ്യം പിടിക്കാൻ ഒന്നും പറ്റില്ല. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി എല്ലാം ഇവിടെ കിടന്ന് മരിക്കേണ്ടിയുള്ളത് തന്നെ. ഇതായിരുന്നാലും ഇതിന് എന്തെങ്കിലും നിയന്ത്രണം എടുത്ത് നമ്മൾക്ക് ഇവിടെ 6 പേര് ഉണ്ടാക്കി തരണം, ഉണ്ടാക്കി പറ്റും. അല്ലാതായിരുന്നു ഈ മത്സ്യത്തൊഴിലാളി എല്ലാവരും ഇവിടെ മൊത്തത്തിൽ ചാവാൻ പോകും. പിന്നെ തീറ്റിയില്ല, കുടിക്കാൻ വെള്ളമില്ല. മൊത്തം ജീവിതം ആൾ നശിച്ച് കിടക്കുകയാണ് ഇവിടെ ആൾക്കാർ മൊത്തം. ഉള്ളിൽ പകുതി മനസ്സുകൊണ്ട് എല്ലാവരും കരഞ്ഞ് ഇരിക്കുകയാണ്. ഈ വരുംകാലം സമയത്തിൽ പിന്നെ ഞങ്ങൾ എന്തൊരു ചെയ്യാനുണ്ട്? ഇപ്പോഴേ ഇങ്ങനെ അവസ്ഥയോട് ചാവയാണ്. പിന്നെ വരും കാലം ഒരു സമയത്ത് ഞങ്ങൾ എന്തൊരു ചെയ്യാൻ പറ്റും? എല്ലാ ആൾക്കാരും മൊത്തത്തിൽ കഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഒരു നേരം ആഹാരം ഇല്ലാതെ പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് ആൾക്കാർ. എവിടെ പോയി ജീവിക്കാൻ വേണ്ടിയാണ്? ഈ വരുന്ന സമയത്തിന് ഈ കാറ്റും കടലും വന്നാൽ ഇതെല്ലാം മൊത്തം നശിച്ചു പോകും. മത്സ്യത്തൊഴിലാളികൾ എവിടെ പോകാൻ വേണ്ടി? എല്ലാവരും കഷ്ടപ്പെട്ട് ചാവും. ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങളൊക്കെ എല്ലാവർക്കും
ചെയ്തു തന്നാൽ തന്നെ ഇവിടെ മനുഷ്യരോട് ജീവിക്കാൻ പറ്റും. അല്ലാതെ ഒന്നും ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം നാശമായി പോയി. ഉള്ളവർ എങ്ങനെയെങ്കിലും ഉള്ള രീതിയിൽ കഴിയും. ഇല്ലാത്ത പാവങ്ങൾ എന്തിനു ചെയ്യാൻ വേണ്ടി? മത്സ്യത്തൊഴിലാളി അവർ കടൽ കൊണ്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും ജീവിക്കാൻ പറ്റുന്നില്ല. കടൽ കൊണ്ട് 10 രൂപ കിട്ടിയാൽ തന്നെ വീട്ടിൽ ആഹാരം വേണം. അല്ലാതെ എല്ലാവരും ഇതേപോലെ തെരുവിൽ തന്നെ ഇരിക്കാൻ പറ്റും. ആറ് യന്ത്രമൊന്നും ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും വരെയും ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ പൊടിയൂരിൽ കറങ്ങാൻ വേണ്ടി വന്നത്, ഇപ്പൊ തന്നെ ഈ വന്നപ്പോ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് അറിയാൻ പറ്റി. അതെ, വന്നപ്പോ നോക്കിയപ്പം അതിന്റെ നേരത്തെ കാലം ഭയങ്കര മോശമാണ്. ഇപ്പൊ ഫുള്ളായിട്ട് എല്ലാം പോയി, അടിച്ചു പോയി. ലാസ്റ്റ് ഡേ വന്നപ്പോ അവിടെ അറ്റം വരെ നല്ല ഫുൾ ബീച്ചായിരുന്നു. பர்த்டே செலிப்ரேட் பண்றதுக்கு வந்ததுங்க ஃபேமிலியா வந்தோம். மார்னிங்கே வந்தோம். வெயில் எதுவுமே சரியில்லை. வந்தப்ப அப்புறம் தான் இந்த நிலைமையை பார்த்து தான் அப்படி ஒதுங்கி இதுல வந்து உட்கார்ந்துருக்கோம். இது கொஞ்சம் ரெடி பண்ணி எடுத்தாங்கன்னா கொள்ளலாம். ஏன்னா டூரிஸ்ட் பிளேஸ்ல நிறைய பேர் வந்து ஏமாந்துட்டு தான் போவாங்க. வந்து கொஞ்சம் குளிச்சுட்டு அப்படி போகலாம் வச்சு அப்படி போறாங்க நிக்க. പൊളിയൂർ തീരദേശം എങ്ങനെയാണ് കിടന്നത്, കടപ്പുറ എങ്ങനെയാണ്, ബീച്ച് ഏരിയ എങ്ങനെയാണ് കിടന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടായത്. ഈ സെറ്റ് എങ്ങനെയാണ് തമിഴ്നാട്ട് നാട്ടുകാർക്ക് ചെയ്തത് കൊണ്ടാണ് നമ്മളുടെ ഒരു തീരദേശം, നമ്മളെ തീരദേശം, നമ്മളെ ഹാർബറും, നമ്മളിന്ന് മറ്റേ ബീച്ച് ഏരിയകളും മറ്റേ സെറ്റുകളും എല്ലാം അടിച്ച് പൊളിഞ്ഞു പോയത്. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പന്മാർ ചെയ്യാത്ത കാര്യം എന്താ? ഇവിടെ എല്ലാ തീരദേശവും പോയത്. അപ്പൊ ഇത് നമ്മുടെ പഞ്ചായത്തുകാര്, നമ്മളെ മുമ്പന്മാർ, നമ്മളെ വാർഡ് മെമ്പറോ ജില്ലാ മെമ്പറോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് ഇതിന്റെ മറുപടി എടുക്കാത്ത കാര്യം? എന്താണ്? 15 കിലോമീറ്റർ ഉണ്ടായിരിക്കും. പാർക്ക് ഇപ്പം കിടക്കുന്നത് റോഡും കടപ്പുറം ആയല്ല, റോഡും കായലും ഒന്നായി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി നമ്മള് വിദേശികൾ, നമ്മൾ മത്സ്യത്തൊഴിലാളികൾ, നമ്മൾ എവിടെ പോയി ജീവിക്കും? ഞങ്ങൾക്കൊരു ഹാർബർ വേണം. ഞങ്ങൾക്കൊരു ഹാർബർ മത്സ്യത്തൊഴിലാളികൾക്ക് എപ്പോഴും വേണ്ടത് നമ്മളെ സ്വതന്ത്രമാണ്. കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത പറഞ്ഞ അടിയെന്ന് പറയുമ്പോൾ വർഷകാലമാണ്. വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇനി കടലും കായലും ഒന്നാകുമ്പോൾ നമുക്ക് പൊഴിയൊരു ഇടവേ ഇല്ല. അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വർഷകാലം എന്ന് പറയുമ്പോൾ അടുത്ത മാസം ആകുമ്പോൾ തുടങ്ങും, നഷ്ടപരിഹാരം ഉണ്ടാവും. അല്ല നമ്മൾ പിന്നെ അതുകൊണ്ട് പറയാനുണ്ട്, നമ്മുടെ സങ്കടം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഹാർബർ കാരണം ഇതുവരെയും ഇതെന്ന് പറഞ്ഞ് ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാവരും ഇട്ട സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു ചൂണ്ടുകല്ലിടണം. നമുക്ക് ചൂണ്ടുകല്ലല്ല തേവ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു ഹാർബറാണ് നമുക്ക് ആവശ്യം. ഹാർബറാണ് നമുക്ക് ആവശ്യം. വേറെ അതുകൊണ്ട് നമ്മൾ ചൂണ്ടുകല്ലിട്ടിട്ട് നമുക്കൊന്നും ഇവിടെ ഒരു ആനുകൂല്യം കിട്ടൂല. മത്സ്യത്തൊഴിലാളി ഈ യാത്രങ്ങൾ ഇവരുടെ അവസ്ഥ കുറച്ചും കൂടെ ദയനീയമാണ്. കാരണം 15 കിലോമീറ്ററോളം കടൽ കയറിയെന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ പാർക്കും ഇവരുടെ മീൻ പിടിക്കുന്ന സ്ഥലം എല്ലാം കടൽ കയറി കഴിഞ്ഞു. ഇവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇനി ഒരു ഹാർബർ വരണം. ഇവിടുത്തെ അധികാരികൾ ഒരു ഹാർബർ ഇനി ആരാണോ വരുന്ന അധികാരികൾ ഇവർക്ക് വേണ്ടി ഒരു ഹാർബർ ചെയ്ത് കൊടുക്കണം എന്നാണ് ഇവരുടെ എല്ലാവരുടെ അഭിപ്രായം.
ഇവരുടെ നല്ല ഭാഗവും കടൽ കയറി കഴിഞ്ഞു ഇവിടെ. ഇനി ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ പൊഴിയൂർ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് ഇവരുടെ അഭിപ്രായ പ്രകാരം. അടുത്ത വരുന്ന അധികാരികൾ ആരായാലും ഇവർക്ക് ഒരു ഹാർബർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇവരും നമ്മളെ പോലെയാണ്. ഇവിടെ കടൽ കയറുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ വീടൊക്കെ പോയിട്ടുണ്ട് ഇപ്രാവശ്യം കടൽ കയറിയപ്പോൾ. അപ്പോൾ അവർ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം സർക്കാരോ അടുത്ത് വരുന്ന ഗവൺമെന്റോ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതാണ്. കാണാക്കഥയിൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നവരെ ബൈ.